വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ട്രാൻസ്പോസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞല്ലേ. ഇതൊക്കെ എക്സസൈസ് 3.3 സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മെട്രിസസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതുവരെ കേരളയ്ക്ക് ആനുവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരു ക്ലാസ് ഞാൻ എടുക്കാം. ഇങ്ങനെ രണ്ട് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിക്സ്. നിങ്ങൾക്ക് ട്രാൻസ്പോസ് ചെയ്ത് അറിയാമായിരിക്കുമല്ലോ, എന്നാലും ഇന്നോട് പറയാം. 5 1/2 -1 ഇത് എ ആണ്. ഇതിൻ്റെ എന്നൊരു പേര് കൊടുക്കുക. ഓക്കെ, എ ഡാഷ് എന്തെഴുതാം? 5 1/2 -1. ഇത് 3/1 മെട്രിക്സ്, ഇത് 1/3 മെട്രിക്സ്. നേരെ തിരിച്ചെഴുതും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 1 - 1 2 3 എ ഡാഷ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡും അതുപോലെയുള്ളൂ. വണ്ണിൽ തേർഡ്. -1 5 6. ടെക്സ്റ്റിൽ പേരില്ല, ഞാൻ പേര് കൊടുക്കുന്നതാണ്. √3 5 6 2 3 -1 എ ഡാഷ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. -1 5 6 -1 5 6 √3 5 6 √3 5 6 2 3 -1 2 3 -1. Second question. A is equal to -1 2 3 5 7 9 -2 1 1. B is equal to -4 1 -5 1 2 0 1 3 1. നമുക്ക് ഫസ്റ്റ് പാർട്ട് പറയുന്നത് A + B the whole dash is equal to A dash + B dash. നമുക്ക് ആദ്യം A + B ആണ്, പിന്നെ അതിൻ്റെ ട്രാൻസ്പോസ്. A + B -1 2 3 ഈ മെട്രിക്സ് ആഡ് ചെയ്യും. -1 + -4 2 + 1 3 + -5 5 + 1 7 + 2 9 + 0 -2 + 1 4 2. A + B the whole dash. ഈ കിട്ടിയ സമ്മിൻ്റെ ട്രാൻസ്പോസ്. -5 3 -2 6 9 9 -1 4 2. നമുക്ക് LHS ആയി അല്ലേ? ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് A dash + B dash ഇതിൻ്റെ ട്രാൻസ്പോസ്. -1 2 3 5 7 9 -2 1 1 പ്ലസ് ട്രാൻസ്പോസ് ഓഫ് B -4 1 -5 1 2 0 1 3 1 1 3 1. A dash + B dash -1 + -4 -5 6 -1
3, 9, 4. -2, 9, 2. Okay. -5, 6, -1, 3, 9, 4, -2, 9, 2. A plus b the whole dash is equal to എന്ത് കിട്ടി? A dash plus b dash. ഇതേപോലെ തന്നെയാണ് a minus b the whole dash is equal to a dash minus b dash. -1 -4 നമ്പർ 3 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് a minus b the whole dash ചെയ്ത് a dash minus b dash. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ഇതും കൂടെ എഴുതിയാൽ മതി. therefore a plus b the whole dash is equal to a dash plus b dash. തേർഡ് ക്വസ്റ്റ്യൻ. തേർഡിൽ നമുക്ക് എ ഡാഷ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 3, 4, -1, 2, 0, 1. b is equal to -1, 2, 1, 1, 2, 3. ഇവിടെ എ ഡാഷ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a plus b the whole dash is equal to a dash plus b dash. ആദ്യം നോക്കി എ കിട്ടണ എന്ത് ചെയ്യണം? എ ഡാഷ് ഡാഷ് എടുത്താൽ നമുക്ക് എ കിട്ടും അല്ലേ? ഇതിന് ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുക്കുക. 3, 4, -1, 2, 0, 1. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഇനി നമുക്ക് എ പ്ലസ് ബി. 3 plus -1, 2. -1 plus 2, 1. 0 plus 1, 1. 4 plus 1, 5. 2 plus 2, 4. 1 plus 3, 4. A plus B the whole dash. Transpose. 2, 1, 1. 5, 4, 4. നമുക്ക് LHS കംപ്ലീറ്റ് ആയി അല്ലേ? ഇനി എ ഡാഷ് പ്ലസ് ബി ഡാഷ്. തേർഡ് ഡാഷ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 3, 4, -1, 2, 0, 1. ബി ഡാഷ് -1, 2, 1. 1, 2, 3. 3 plus -1, 2. 4 plus 1, 5. -1 plus 2, 1. 2 plus 2, 4. 0 plus 1, 1. 1 plus 3, 4. LHS equals RHS. Okay. 2, 5, 1, 4, 1, 4. 2, 5, 1, 4, 1, 4. Therefore, a plus b the whole dash is equal to a dash plus b dash. Question number 4. A dash is equal to -2, 3, 1, 2. B is equal to -1, 0, 1, 2. Find a plus 2b the whole dash. a plus 2b the whole dash. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എ ഡാഷ് ആണല്ലേ? എ ഡാഷ് ഡാഷ് എടുത്താൽ എന്ത് കിട്ടും? എ പ്ലസ് 2b. ആദ്യം നമുക്ക് എ ഡാഷ് കാണാം. സോറി, എ ഡാഷ് ഡാഷ്. -2, 3, 1, 2. എ കിട്ടി. ഇനി എ പ്ലസ് 2b. -2, 1, 3, 2 പ്ലസ് 2b. നമ്മളിതിൽ എല്ലാ എലിമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ഈച്ച് എലിമെൻറ്റ് ബൈ 2. 2 into -1, 2 into 0, 2 into 1, 2 into 2. -2 plus -2, -4, 1, 5, 6. a plus 2b the whole dash. -4, 1, 5, 6.
നമുക്ക് question number 5. For the matrices A and B, verify that AB the whole dash is equal to B dash A dash. Next question. Question number 5. A is equal to 1 minus 4, 3. Minus 1, 2, 1. AB the whole dash is equal to B dash A dash. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് എ ബി മൾട്ടിപ്ലൈ ചെയ്യാം. എ ബി കാണും. 1 minus 4, 3. Okay. This is a 3/1 matrix. This is a 1/3 matrix. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 3/3 matrix കിട്ടും അല്ലേ? 1 first row into first column. 1 into minus 1. First row into second column. First row into third column. Second row into first. Minus 4 into 2. Minus 4 into 1. 3 into minus 1. 3 into 2. 3 into 1. AB the whole dash. Taking transpose. Minus 1, 2, 1. 4 minus 8 minus 4. Minus 3, 6, 3. എ ബി ദ ഹോൾ ഡാഷ് കിട്ടി അല്ലേ? ഇനി നമുക്ക് ബി ഡാഷ് എ ഡാഷ് നോക്കാം. ബി ഡാഷ് എ ഡാഷ്. ബിയുടെ ട്രാൻസ്പോസ് എന്താ? -1, 2, 1. പിന്നെ നമ്മൾ ബി ഡാഷ് എ ഡാഷ് ആയാലും എ ബി ആയിരുന്നാലും നമ്മളിവിടെ എന്താണ് ലെറ്റർ കൂടെ ബി ഡാഷ് ആണല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ബി ഡാഷ് എഴുതുക, സെക്കൻഡ് എ ഡാഷ് എഴുതുക. 1 minus 4, 3. Minus 1 into 1, positive 4, minus 3. 2 into 1, minus 8, 6. 1 minus 4, 3. Okay. Minus 1, 4 minus 3. 2 minus 8, 6. 1 minus 4, 3. That is equal to AB the whole dash. Sixth, first. A is equal to cos alpha sin alpha. Minus sin alpha cos alpha. Prove that A dash A is equal to I. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. A dash A is equal to I. Verify that. ആദ്യം A dash എഴുതാം. A dash cos alpha sin alpha minus sin alpha cos alpha into A. Cos alpha sin alpha minus sin alpha cos alpha. First row into first column. Cos squared alpha minus sin alpha into minus sin alpha, sin square alpha. Cos alpha sin alpha plus minus sin alpha cos alpha. Sin alpha cos alpha plus minus sin alpha cos alpha. Sin squared alpha plus cos square alpha. Sin squared alpha plus cos squared alpha എത്ര? 1. 1 cancel out 0, 0, 1. That is identity matrix.
Question number 8. For the matrix A 1, 5, 6, 7, verify that A plus A dash is symmetric. A plus A dash symmetric ആണെന്ന് പ്രൂവ് ചെയ്യണം. A 1, 5, 6, 7. 1, 5, 6, 7. 1 plus 1 11. 11, 40. നമുക്കൊരു മെട്രിക്സ് സിമ്മെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടണം അല്ലേ? നമുക്കിപ്പോൾ ഇവിടെ ഏതാണ് പ്രൂവ് ചെയ്യേണ്ടത്? എ പ്ലസ് എ ഡാഷ് ആണ് സിമ്മെട്രിക് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? എ പ്ലസ് എ ഡാഷ് ദ ഹോൾ ഡാഷ് എടുക്കണം. എ പ്ലസ് എ ഡാഷ് നമുക്ക് എന്ത് കിട്ടി? 2, 11, 11, 4. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്താ? 2, 11. ഒരു ചേഞ്ച് വന്നില്ല. ദാറ്റ് ഈസ് എ പ്ലസ് എ ഡാഷ്. Therefore, A plus A dash is symmetric. കറണ്ട് ഇടയ്ക്കൊക്കെ പോകണം. Question number 2. A minus A dash. Question number അല്ല, അതിൻ്റെ സബ് പാർട്ടാണ്. A minus A dash. മഴ കാരണം കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. 1, 5, 6, 7. 1, 5, 6, 7. 0, -1, 1, 0. നമുക്കിതിൽ മൈനസ് ഓഫ് ഔട്ട് സൈഡ് എടുത്താൽ തരും. 0, 1, -1, 0. ഇതെന്തായി? ഇപ്പം നമുക്കൊരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കിട്ടണം. എന്ത് ചെയ്യണം? അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മൈനസ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് കിട്ടണം അല്ലേ? അപ്പോൾ എ സ്ക്യൂ സിമെട്രിക് ആയിരിക്കണമെങ്കിൽ എ ഡാഷ് എന്ത് കിട്ടണം? -A. അപ്പം നമുക്കിവിടെ എ മൈനസ് എ ഡാഷ് ആണ് സ്ക്യൂ സിമെട്രിക് കിട്ടുന്നത്. അപ്പോൾ മൈനസ് ഓഫ് എ മൈനസ് എ ഡാഷ്. ഇതെന്താ? എ മൈനസ് എ ഡാഷ്. Therefore, A minus A dash is skew symmetric. Express 10th first. Express the following matrices as the sum of a symmetric and skew symmetric. ഇത് ഇമ്പോർട്ടൻ്റ് മോഡലാണ്. നമുക്കൊരു പേര് കൊടുക്കുക. A 3, 5, 1, -1. നമുക്ക് ആദ്യം A 3, 5. നമുക്കിങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ എയും എ ഡാഷും നമുക്ക് നേർക്ക് എഴുതാം. അപ്പോൾ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും എളുപ്പമുണ്ട്. 3, 5, 3, 5, 1, -1. അത് നമുക്ക് എ പ്ലസ് എ ഡാഷ് കാണും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ചോദിച്ചാൽ പേരില്ലെങ്കിൽ നമ്മൾ ഏതിന് പേര് കൊടുക്കുക, അതിൻ്റെ നേർക്ക് എ ഡാഷ് എഴുതുക. ഫസ്റ്റ് എ പ്ലസ് എ ഡാഷ്. 3 + 3 6, 6, 6, -2. P is equal to half into A plus A dash. 3, 3, 3, -1. ഓക്കെ, 3, 3. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് തന്നെ കിട്ടും അല്ലേ? P dash is equal to P. Therefore, P is symmetric. ഇനി നമുക്ക് A minus A dash. വേണം ഒരു സ്റ്റെപ്പിൽ എഴുതാം. Q is equal to half into A minus A dash. 3 - 3, 0, 4, -4, 0. That is 0, 2, -2, 0. Q dash is equal to -Q. Diagonal element 0. A1, 2 ആണെങ്കിൽ the opposite side. Therefore, Q is skew symmetric. നമുക്ക് എന്ത് എഴുതാം? A is equal to P plus Q. A is equal to ഒരു എന്താണ്
സിമ്മെട്രിക്കിൻ്റെ സ്ക്യൂ സിമ്മെട്രിക്കിൻ്റെ സമ്മായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് പി എത്ര കിട്ടി? 3 3 3 -1. ക്യൂ 0 2 -2 0. ഇത് ആഡ് ചെയ്താൽ തിരിച്ചെന്ത് കിട്ടും നോക്കി? 3 + 0 3 3 + 2 5 3 + -2 1 -1 + 0 നമുക്ക് ഏതെല്ലാം കിട്ടും. ഒരു 3/3 മെട്രിക്സിലും ഇത് തന്നെയാണ്. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനൊരു ഇത് ഇമ്പോർട്ടൻ്റ് മോഡലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പേരില്ലെങ്കിൽ നമ്മളൊരു നെയിം കൊടുക്കുക, എന്ന് കൊടുക്കുക, അതിൻ്റെ ട്രാൻസ്പോസിന് നേർക്കെഴുതുക. നേർക്കെഴുതാൻ പറയുന്നത് നമ്മൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും സൗകര്യത്തിന്. എന്നിട്ട് ഫസ്റ്റ് a+a' കാണുക, p ½ × a+a', p' എന്ത് കിട്ടും? p തന്നെ കിട്ടും. പിന്നെ q = ½ × a - a', q' - q കിട്ടും. സ്ക്യൂ സിമ്മെട്രിക്. a = p + q എന്ന് എഴുതുക. കിട്ടിയ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തെറ്റുണ്ടെങ്കിൽ അറിയാം, ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ആ തന്നിരിക്കുന്ന മെട്രിക്സ് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നോക്കണം, എവിടെയെങ്കിലും സൈനോ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ നോക്കണം. ഓക്കെ, നമുക്ക് മെട്രിക്സ് തീർന്നിട്ടുണ്ട്. അടുത്തത് ഡിറ്റർമിനൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും അതാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചേർത്ത് ഞാനൊരു വീഡിയോ ഇടും. ഡിറ്റർമിനൻ്റ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരും ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. ആനുവൽ എക്സാമിന് എളുപ്പമുണ്ട്. ഓക്കെ, താങ്ക് യു.